ഇന്ത്യൻ ക്രിക്കറ്റർമാരിൽ ആരാധക പിന്തുണയുള്ള കാര്യത്തിൽ ഏറെ മുന്നിലുള്ള താരങ്ങളെടുത്താൽ അവരുടെ തീർച്ചയായും മുൻ ഇതിഹാസ നായകൻ MS ധോണിയും മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസണെയും നമുക്ക് കാണാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഒരുപാട് സമാനതകളുള്ള രണ്ട് താരങ്ങൾ കൂടിയാണ് ഇവരും. ധോണിയെപ്പോലെ വളരെ കൂളായ കളിക്കളത്തിൽ കാണപ്പെടാറുള്ള താരമാണ് സഞ്ജു. തൻ്റെ ആരാധനാപാത്രവും വഴികാട്ടിയുമാണ് ധോണിയെന്നും പല കാര്യങ്ങളിൽ അദ്ദേഹം നിന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും സഞ്ജു പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ രണ്ടുപേരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട ഒരു ചടങ്ങ് ആരാധകർക്കിടയിൽ വൈറലാവുകയും ചെയ്തിരിക്കുകയാണ്. ധോണി മൊബൈൽ ആപ്പ് ലോഞ്ചിൻ്റെ ഭാഗമായാണ് ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം റാപ്പിഡ് ഫയർ റൗണ്ടിൽ പങ്കെടുത്ത ധോണിയും സഞ്ജും തങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു. നാളെ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് ലോകത്തിൻ്റെ ഏത് ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പ്രശസ്ത ആങ്കറായ മന്ദന ബേദിയുടെ ചോദ്യം. വളരെ വേഗത്തിൽ തന്നെ MS ധോണി ഇതിന് മറുപടി നൽകി. രണ്ട് സ്ഥലങ്ങളാണ് ധോണി തിരഞ്ഞെടുത്തത്. ഒന്ന് ന്യൂസിലൻഡിലാണെങ്കിൽ മറ്റൊന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുമാണ്. ഇതിൻ്റെ കാരണവും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ന്യൂസിലൻഡിലേക്കും ന്യൂജേഴ്സിയിലേക്കുമാണ് പോവേണ്ടത്. ന്യൂസിലൻഡ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സ്ഥലമാണ്. ന്യൂജേഴ്സിയിൽ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളുണ്ട്. അവിടെ എത്തിയാൽ ഞങ്ങൾ ഗോൾഫ് കളിക്കുകയെന്നല്ല മറ്റൊന്നും ചെയ്യാറില്ല. 20 ദിവസത്തോളം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ധോണി വ്യക്തമാക്കി. ന്യൂസിലൻഡ് വളരെ മനോഹരമായിട്ടുള്ള രാജ്യമാണ്. എനിക്കേറെ ഇഷ്ടമുള്ള സ്ഥലവുമാണ്. മനുഷ്യന്മാരെ കൊല്ലാനിടയുള്ള ഒന്നും അവിടെ ഇല്ല എന്ന മറ്റൊരു കാര്യം. വന്യമൃഗങ്ങളോ പാമ്പുകളോ ഇഴജന്തുക്കളോ ഒന്നും തന്നെ ന്യൂസിലൻഡിലില്ല. അതിനാൽ തന്നെ വളരെ സുരക്ഷിതമായ സ്ഥലമാണ് ന്യൂസിലൻഡ് എന്നും ധോണി വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇഷ്ടപ്പെട്ട സ്ഥലമായി സഞ്ജു തിരഞ്ഞെടുത്തത് ദുബായാണ്. ഇതിന് കാരണവും അദ്ദേഹം വെളിപ്പെടുത്തി. ദുബായിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവിടെ എത്തുമ്പോൾ തനിക്ക് പകുതി കേരളം പോലെയാണ് അനുഭവപ്പെടാറുണ്ടെന്നും സഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് ദുബായ് എന്നാണ് ധോണിയുടെ രസകരമായ പ്രതികരണം. മലയാളമാണ് അവിടുത്തെ രണ്ടാമത്തെ ഭാഷയെന്നും പൊട്ടിച്ചിരിയോടെ സഞ്ജു ഇതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. IPL വരാനിരിക്കുന്ന സീസണിന് ശേഷവും ധോണി വിരമിക്കരുതെന്നും ഇനിയും കളി തുടരണമെന്നും താൻ ആഗ്രഹിക്കുന്നെന്നും സഞ്ജു വെളിപ്പെടുത്തി. എൻ്റെ വഴികാട്ടിയിൽ നിന്നും എനിക്കിനിയും പഠിക്കാനുണ്ട്. മാഹിബായ് IPL കളിക്കാനെത്തുമ്പോൾ ആളുകളുടെ സംസാരം അദ്ദേഹം വിരമിക്കുമെന്നാണ്. പക്ഷേ ഇനിയും കുറച്ചുകൂടെ കളിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും സഞ്ജു വെളിപ്പെടുത്തി. അതേസമയം ഋതുരാജ് ഗെയ്ക്വാഡിന് കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും ഒരു സീസൺ കൂടെ തയ്യാറെടുക്കുകയാണ്. 42-കാരനായ ധോണി ഈ സീസണിന് ശേഷം വിരമിക്കുന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. എന്നാൽ കൈവിരലിന് പൊട്ടലേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി രാജസ്ഥാൻ നായകൻ കൂടിയായ സഞ്ജു സാംസൺ ആദ്യ റൗണ്ട് കളിക്കുമോ എന്ന സംശയവും തുടരുന്നുണ്ട്.